നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. നമസ്കാരം. വെട്ട ന്യൂസ് ക്യാപ്സിലേക്ക് സ്വാഗതം. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷബ്ന കുളങ്ങര വീട്ടിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണസമിതിയുടെ പ്രത്യേക യോഗത്തിൽ വൈസ് പ്രസിഡന്റ് അമീൻ കരുവാനത്താണ് ബജറ്റ് അവതരിപ്പിച്ചത്. എല്ലാവർക്കും സുരക്ഷിത ഭവനം ഉറപ്പുവരുത്താൻ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സമഗ്ര ഭവന നിർമ്മാണ പദ്ധതിക്കാണ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റിൽ പ്രഥമ പരിഗണന നൽകുന്നത്. ഇതിനായി 2,16,95,000 രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് അമീൻ കറുവാനത്ത് ബജറ്റ് അവതരിപ്പിച്ചു. പുതിയ ഭരണസമിതിയുടെ പ്രഥമ ബഡ്ജറ്റാണ് ഈ സദസ്സിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. സർക്കാർ നിബന്ധനകൾക്ക് വിധേയമായി ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെ ഒത്തുചേർന്ന് വികസനവും ക്ഷേമവും ലക്ഷ്യം വെച്ചാണ് ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ഭരണസമിതിയുടെ നിന്ന് വ്യത്യസ്ത പുലർത്തുന്ന നവീനാശയങ്ങളുടെ ഒരു ബഡ്ജറ്റ് കൂടിയല്ലെന്ന് നിങ്ങളെ സമയം അറിയിക്കട്ടെ. കൃഷിക്കും പ്രാധാന്യം നൽകി ജലസേചന സൗകര്യം ലഭ്യമാക്കാനും കാർഷിക ഉപകരണങ്ങൾ യഥാസമയം ലഭിക്കുന്നതിനും തൊഴിലാളി ലഭ്യതക്കുറവ് പരിഹരിക്കാൻ ലേബർ ബാങ്ക് ഉണ്ടാക്കുന്നതിനും ബഡ്ജറ്റിൽ നിർദ്ദേശങ്ങളുണ്ട്. അതോടൊപ്പം കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണന സാധനങ്ങൾ പരിഗണിച്ചിട്ടുണ്ട്. പാർപ്പിടം, കുടിവെള്ള മാലിന്യ ശേഖരണവും സംസ്കരണവും ഈ ബഡ്ജറ്റിൽ ഏറെ പ്രാധാന്യത്തോടെ കാണുന്നു. PMAY ലൈഫ് പദ്ധതികൾക്ക് ആവശ്യമായ തുക നീക്കിവെച്ചിട്ടുണ്ട്. ഒന്നാമത് ഭവനമാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത്. ഭവനത്തിന് നമ്മുടെ സ്രോതസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പഞ്ചായത്തുകൾക്കുള്ള സ്രോതസ് എന്ന് വെച്ചാൽ ഭാരതപ്പുഴയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഉള്ള സംവിധാനമാണ് നമ്മൾ ഉൾക്കൊള്ളാൻ തീരുമാനിച്ചിട്ടുള്ളത്. അവിടുന്ന് വെള്ളം അടിച്ച് ശുദ്ധീകരിച്ച് അത് സപ്ലൈ ചെയ്യാനുള്ള സംവിധാനമാണ് നമ്മളിപ്പോൾ നിലവിൽ നടത്താനുള്ള ഉദ്ദേശം വെച്ചിട്ടുള്ളത്. അവർക്ക് പിന്നെ നമ്മുടെ സ്റ്റേഡിയങ്ങൾ നവീകരിക്കുക മെയിനായിട്ട്, മറ്റുള്ള ആക്ടിവിറ്റീസുകളൊക്കെ കൊണ്ടുവരിക. അതേമാതിരി തന്നെ കൃഷിക്ക് ആവശ്യമായ കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളത്. നമ്മുടെ പഞ്ചായത്തുകളിൽ എല്ലാ മേഖലയിലുള്ള പഞ്ചായത്തുകളിലും ഭവനത്തിനാണ് കൂടുതൽ ഊന്നൽ നൽകാൻ കാരണം. നമ്മുടെ ആൾക്കാർക്ക് 1 ഗഡു 2 ഗഡു കിട്ടിയിട്ട് കൂടുതൽ ഫണ്ടുകൾ അതിന് വകയിരുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാർഷിക മേഖലയിൽ ഉൽപാദന വർധനവിനും കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായുള്ള പദ്ധതികൾ, ആരോഗ്യ മേഖലയിൽ ആരോഗ്യ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതികൾ, ശുചിത്വത്തിനും മാലിന്യ സംസ്കരണത്തിനുമുള്ള പദ്ധതികൾ തുടങ്ങിയ വിവിധയിനം പദ്ധതികളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. വെട്ട ന്യൂസ്, തിരൂർ. നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.